വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണെന്നുള്ളത് അതിനുള്ള പ്രൊവിഷൻസ് അതുപോലെ തന്നെ സെബി ഗൈഡ് ലൈൻസ് എല്ലാം മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ബൈബാക്ക് എന്നുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് ആദ്യം ബൈബാക്കിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്. 2 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് അതുപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ഇത് ചോദിച്ചേക്കുന്നതാണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇറ്റ് എൻഹാൻസസ് ദി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ആൻഡ് ഏർണിംഗ്സ് പെർ ഷെയർ. ഇറ്റ് എൻഹാൻസസ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ആൻഡ് ഏർണിംഗ്സ് പെർ ഷെയർ. ഇപ്പോൾ ഏർണിംഗ്സ് പെർ ഷെയർ അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റലൊക്കെ എൻഹാൻസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് എനേബിൾസ് ദി കമ്പനി ടു ബൈ ദി ഷെയർസ് ഓഫ് ഡിസാറ്റിസ്ഫൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഷെയർ തിരികെ വാങ്ങാനായിട്ട് കമ്പനിക്ക് സാധിക്കും. കമ്പനിക്ക് തേർഡ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി. കമ്പനി ടാർഗറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് വൺ, റെഡ്യൂസ്ഡ് ക്യാപിറ്റൽ വിൽ റെപ്രസെന്റ് റിയൽ വാല്യൂ ഓഫ് അസറ്റ്. കമ്പനി ഷെയർ ബൈബാക്ക് നടത്തുമ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ റിയൽ വാല്യൂ ഓഫ് അസറ്റിന് ഈക്വൽ ആയിട്ടുള്ള ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇറ്റ് വുഡ് ഇൻക്രീസ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയറിന്റെ വാല്യൂ കൂടുകയും ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രിവെന്റ്സ് fall in the value of shares.